ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫ്ലാറ്റ് ടു സ്ലൈറ്റ്ലി ഓപ്പണിംഗ് തന്നെയാണ്. ഇന്നത്തെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഇന്നൊക്കെ താരം ഗോൾഡ് തന്നെയാണ്. കമോഡിറ്റികളിൽ ഗോൾഡാണ് ഇന്നലെ ഇന്നൊക്കെ മുന്നേറിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കോപ്പറും മുന്നേറിയിട്ടുണ്ട്. ഗോൾഡ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ $3039.9 പെർ ഔൺസ് ആണ് ഇന്നലെ ഹിറ്റ് ചെയ്ത റെക്കോർഡ് ഹൈ. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $3033 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. കോപ്പർ മുന്നേറാണ്. മറ്റു കമോഡിറ്റികളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്. ഒപ്പം അമേരിക്കൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ എല്ലാ ഇൻഡസ്ട്രികളും വീണ്ടും ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ള. ടെക്നോളജി സെൽ ഓഫ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഫണ്ട് മാനേജേഴ്സ്, ഗ്ലോബൽ ഫണ്ട് മാനേജേഴ്സ് അമേരിക്കൻ സ്റ്റോക്കുകളുടെ എക്സ്പോഷർ പോർട്ട്ഫോളിയോയിൽ റെക്കോർഡ് ലെവലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതും സ്ലൈറ്റ്ലി നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസാണ് അമേരിക്കനെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു വൊളാറ്റിലിറ്റി നമുക്ക് അമേരിക്കൻ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ആയിരുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ ബെറ്റർ ആയിരുന്നു. ഇന്ന് മോർണിംഗിൽ ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാൻ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈനീസ് മാർക്കറ്റുകൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ബെറ്റർ ഓപ്പണിംഗ് ആണ്, സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഇപ്പോഴത്തെ സെൻറ്റിമെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിഫ്റ്റി 23,100 വരെയൊക്കെ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വീണ്ടും ബയേഴ്സ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഇന്ത്യയിൽ. തീർച്ചയായിട്ടും ഈ ന്യൂസ് ഫ്ലോസ് തന്നെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് നൽകുന്നത്. ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ടായിരുന്നു. അവർ സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. US ഫെഡിൻ്റെ ഡിസിഷൻ വരുന്നുണ്ട്. സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് തന്നെയാണ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. BYDയുടെ പുതിയ EV ചാർജിങ് സിസ്റ്റം വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. BYDയുടെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ അമേരിക്കയിലെ ഫോർഡ്, ജനറൽ മോട്ടോഴ്സ്, വോൾസ് വാഗൻ എല്ലാ കമ്പനികളുടെയും മാർക്കറ്റ് ക്യാപ്പിന് ആഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള മാർക്കറ്റ് ക്യാപ്പിനേക്കാളും ഹൈ ആയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഓട്ടോ കമ്പനികളുടെ മാർക്കറ്റ് ക്യാപ്പായിട്ട് നോക്കുകയാണെങ്കിലും BYD വളരെ മുന്നിലാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും ഈ ചാർജിങ് സിസ്റ്റം വലിയ ഇന്നോവേഷനാണ് ഈ രംഗത്ത്. അതുകൊണ്ട് തന്നെ BYDനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇന്ത്യയിൽ അലയൻസ് ഉള്ളത് ഒലക്ട്ര ഗ്രീൻ ടെക് ആയിട്ടാണ്. സൈഡസ് ലൈഫ് സയൻസസിന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഡ്രഗിൻ്റെ US FDA അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജിയോ ഫിനാൻഷ്യൽ സർവീസസും അതുപോലെ തന്നെ അലയൻസ് SC ജർമ്മൻ കമ്പനിയാണ്, ഇൻഷുറൻസ് കമ്പനിയാണ്. ബജാജ് ഗ്രൂപ്പായിട്ട് അവരുടെ അലയൻസ് എൻഡ് ചെയ്തിരുന്നു. ജിയോ ഫിനാൻഷ്യൽ സർവീസസ് ആയിട്ടൊരു അലയൻസ് വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. BPCL കേരള ബേസ്ഡ് കമ്പനിയും സിയാൽ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടായിട്ട് ഹൈഡ്രജൻ ഫ്യൂവൽ വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് എയർക്രാഫ്റ്റ് എക്കോസിസ്റ്റം ഉണ്ടാക്കാനുള്ള ഒരു അലയൻസിൽ ഒപ്പിട്ടിട്ടുണ്ട്. BPCLനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. LIC ഒരു സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീനെ ടേക്ക് ഓവർ ചെയ്യുന്നു പറയുന്നു. അവരുടെ നെയിം പുറത്തുവിട്ടില്ല. ഡിസ്കഷൻ ഇസ് ഗോയിങ് ഓൺ എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സെൻ ടെക്നോളജീസ് പുതിയൊരു കമ്പനി അക്വയർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും സെന്നിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഹഡ്കോ എയിം ചെയ്യുന്നത് 0 NPA ആണ്. ജപ്പാനിൽ നിന്ന് ബോറോ ചെയ്യാനുള്ള പ്ലാനുകളുണ്ട് ഹഡ്കോനെ സംബന്ധിച്ച്. ഷുഗർ കമ്പനികളുടെ പ്രൊഡക്ഷൻ കട്ട് ഈ വർഷത്തിൽ ബ്രസീലിലും ഇന്ത്യയിലൊക്കെ പ്രൊഡക്ഷൻ റിഡക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. ഷുഗർ കമ്പനികളെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി പോസിറ്റീവ് ന്യൂസാണ്. ഒപ്പം പൈപ്പ് കമ്പനികൾ, PVC പൈപ്പ്, പ്ലാസ്റ്റിക് പൈപ്പ് കമ്പനികളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഡിമാൻഡ് വളരെ വീക്കാണെന്ന് പറയുന്നു. അത് തീർച്ചയായിട്ടും ഒരു ലാക്ക് ലെസ്റ്റർ പെർഫോമൻസ് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. സ്റ്റീൽ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. ഇന്ത്യ സ്റ്റീൽ ഇമ്പോർട്ടിന്മേൽ 12% സേഫ് ഗാർഡ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുന്ന പറയുന്നത് അടുത്ത 200 ദിവസത്തേക്ക് പോസിറ്റീവ് ന്യൂസാണ് സ്റ്റീൽ കമ്പനികളെ സംബന്ധിച്ച്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് തന്നെയാണ് ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി ഉണ്ടാക്കുകയുള്ളൂ. അതർവൈസ് ഓൾമോസ്റ്റ് എല്ലാ ന്യൂസുകളും ഡിസ്കൗണ്ടഡ് ആണ്. അമേരിക്കൻ മാർക്കറ്റുകൾ വീണ്ടും താഴെ പോയേക്കാം. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മുന്നേറും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണുള്ളത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ട്രേഡിംഗ് ആരംഭിച്ചതിന് ശേഷം നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനായിട്ട് വീണ്ടും ഒരു സ്ട്രോങ് പിക്ക് അടുത്ത വർഷത്തേക്കും അല്ലെങ്കിൽ ലോങ് ടൈമിലേക്കുള്ള സ്ട്രോങ് പിക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റിനോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.